ഫ്രണ്ട്സ്, വെൽക്കം ടു leenuskitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ കേക്കാണ്. ഇതിൽ ഞാൻ ബ്ലാക്ക്ബെറീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക്ബെറി കേക്ക്, ഇതിന് ആക്ച്വലി പറയുന്നത് ബ്ലാക്ക്ബെറി ബക്കിൾ എന്നാണ്. അപ്പോൾ ഈ സിമ്പിൾ ബ്ലാക്ക്ബെറി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 400 ഗ്രാം ബ്ലാക്ക്ബെറീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് പുറത്ത് വെച്ച് അതിൻ്റെ ഐസൊക്കെ പോയി പിന്നെ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. അങ്ങനെ എടുത്ത ബ്ലാക്ക്ബെറീസ് ആണിത്. അപ്പോൾ ഇതൊരു 400 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. അപ്പോൾ ആ ബ്ലാക്ക്ബെറിയിൽ ആ പഞ്ചസാരയൊക്കെ പിടിക്കും അപ്പോഴത്തേക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.25 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ള് പട്ട പൊടിച്ചത്. പട്ടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 കപ്പ് ആൽമണ്ട് പൊടിച്ചത്, അതായത് ബദാം പൊടിച്ചതാണ്. ഇവിടെ നമുക്ക് ആൽമണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലാക്ക്ബെറി ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഏത് ബെറി വേണമെങ്കിലും എടുക്കാം. ബ്ലൂബെറി എടുക്കാം, സ്ട്രോബെറി എടുക്കാം. ഞാൻ വേറെ ബെറീസ് വെച്ച് ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബ്ലാക്ക്ബെറി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഫ്രോസൺ ആണ്. നിങ്ങൾക്ക് ഫ്രഷും എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. അതായത് അടിയിൽ നിന്നൊക്കെ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാനാണോ അവൈലബിൾ അത് എടുക്കാം. ബേക്കിംഗ് ട്രേ ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ അത് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി 6 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സോസ് പാനിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിൻ്റെ സെൻറ്ററിലേക്ക്, അതായത് ഇതിൻ്റെ നടുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബട്ടർ എന്ന് പറയുന്ന ഒരു ബോർഡർ പോലെ ആയിരിക്കണം. ഒത്തിരി അങ്ങ് സൈഡിലേക്ക് പോകാൻ പാടില്ല. നടുക്ക് തന്നെ ഒഴിച്ചിട്ട് അത് കുറച്ച് ഇങ്ങനെ ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോർഡർ നമ്മൾ ബട്ടറാക്കി തന്നെ വെക്കണം കേട്ടോ. ബട്ടർ ആ ബോർഡറിൽ നിൽക്കണം. എന്നിട്ട് ഈ ബാറ്റർ ഈ സെൻറ്ററിൽ മാത്രം പാത്രത്തിൻ്റെ അറ്റം തൊടാത്ത രീതിയിൽ വേണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊരു വേറെ ടെക്നിക്കാന്നേ ഉള്ളൂ. ചിലരിപ്പോൾ ചോദിക്കും ബട്ടർ ഇതിലിട്ട് മിക്സ് ചെയ്താൽ എന്തായിരുന്നു കുഴപ്പം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പുറമേ കുറച്ച് ക്രിസ്പായിട്ട് കിട്ടും, കുറച്ച് നല്ല ബ്രൗൺ കളറും കിട്ടും. അപ്പോൾ നമ്മൾ ആ ബ്ലാക്ക്ബെറി റെഡിയാക്കി വെച്ചില്ലേ, ഇനി അത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ബ്ലാക്ക്ബെറീസ് എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വന്ന കുറച്ച് ജ്യൂസ് പോലെ ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു കളർ കിട്ടും. കേക്കിന് അകത്തായിട്ട് നല്ലൊരു കളർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ കളർ വരും ബ്ലാക്ക്ബെറിയുടെ. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ഒരു 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്യുക. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ടൂത്ത് പിക്ക് ഇതിൻ്റെ നടുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം കേക്ക് ബേക്ക് ആയെന്നാണ്. അതിൽ പിന്നെയും ബാറ്റർ അല്ലെങ്കിൽ ക്രംസ് ആയിട്ട് വരുവാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടെ വെച്ച് നോക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്നുകൂടെ വെച്ച് നോക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഓവൻ അനുസരിച്ചിരിക്കും. അപ്പോൾ മിനിമം ഒരു 45 മിനിറ്റ്സ് വെച്ചിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക്ബെറി കേക്ക് അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി ബക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടീ ടൈം കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് ക്രീമും ഡെക്കറേഷനും ഫ്രോസ്റ്റിങ്ങും ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ അല്ലെങ്കിൽ ഒരു സുലൈമാനിയുടെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒത്തിരി മധുരം ഒന്നുമില്ല ഇതിന്. ആ ബെറിയൊക്കെ വരുമ്പോൾ, അതായത് ബ്ലാക്ക്ബെറി ഒക്കെ വരുമ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ബാലൻസ് ആയി വരും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റും ആണ്. ആദ്യത്തെ ദിവസം പുറമേ
കുറച്ച് ക്രിസ്പി ആയിരിക്കും കേട്ടോ. അതായത് കുറച്ച് ഒരു ക്രിസ്പ് രീതിയിലായിരിക്കും, കാരണം സൈഡ്സിലെല്ലാം ബട്ടറല്ലേ, അപ്പോൾ അതുകൊണ്ടാണത്. പക്ഷേ നെക്സ്റ്റ് ഡേ ഇത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അതിൻ്റെ സൈഡും ഇതിൻ്റെ അകം എന്ന് പറയുന്നത് സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ സൈഡ്സൊക്കെ നെക്സ്റ്റ് ഡേ ആയിരിക്കും സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ചിലവർക്ക് ചൂടോടെ കഴിക്കാനായിരിക്കും ഇതിഷ്ടം, ചിലവർക്ക് ഇത് അടുത്ത ദിവസം കഴിക്കാനായിരിക്കും താല്പര്യം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൺ.